ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ ബോധമനസ്സിന്റെയും ഉപബോധ മനസ്സിന്റെയും പ്രത്യേക കഴിവുകൾ എന്ന് നാം തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ ശേഷികളൊക്കെ നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിച്ചാലാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ലഭ്യമാകുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ തീർച്ചയായും ആ ശേഷികളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ബോധമനസ്സിനും ഉപബോധ മനസ്സിനും വ്യത്യസ്ത ശേഷികളാണുള്ളത്. ഈ ശേഷികളിൽ ചിലത് പരസ്പരം ആശ്രിതമാണ്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കും. മറ്റു ചിലത് അതാത് തലങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതും. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് ഇനി പറയാൻ പോകുന്നവയാണ്. ആദ്യം ബോധമനസ്സിനെ നോക്കാം. ബോധമനസ്സ് അനുഭവങ്ങൾ, ചലനം, ചിന്ത, യുക്തിബോധം, വ്യാഖ്യാന ശേഷി, വിശകലന പാഠവും, ബുദ്ധിശക്തി, അവസരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, വിലയിരുത്താനുള്ള ശേഷി, തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രവർത്തിക്കാനുള്ള കഴിവ്, വിവേചന ബുദ്ധി, ആഗ്രഹങ്ങൾ, പിന്നെ ഉപബോധ മനസ്സിന് മുന്നിൽ തീർക്കുന്ന കാവൽ എന്നിവയൊക്കെയാണ് ബോധമനസ്സിന്റെ പ്രധാന ശേഷികൾ. ഇനി ഉപബോധ മനസ്സിന്റെ ശേഷികൾ പറയുകയാണെങ്കിൽ അനുഭവങ്ങൾ, ചലനം, ആവേദനങ്ങൾ, ടെലിപ്പതി, ഓർമ്മ, ഇമോഷണൽ കോഷൻ, വിജ്ഞാന സ്രോതസ്, ജ്ഞാനം, ആസൂത്രണ ശേഷി, അവസരങ്ങൾ സൃഷ്ടിക്കൽ, മാനസിക ഘടികാരം അഥവാ മാനസിക കലണ്ടർ, മരണത്തിനു മേലുള്ള നിയന്ത്രണം, ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിന്മേലുള്ള നിയന്ത്രണം, രോഗങ്ങൾ സുഖപ്പെടുത്തൽ, വേദന ഇല്ലാതാക്കൽ, ശാരീരികാവയവങ്ങളുടെ മേലുള്ള നിയന്ത്രണം, സർഗശക്തി, സ്പിരിച്വൽ കോഷൻ, പ്രചോദനത്തിന്റെ ഉറവിടം എന്നിവയൊക്കെയാണ്. ആദ്യമായി നമുക്ക് നമ്മുടെ ബോധമനസ്സിന്റെ പ്രധാന ശേഷികളെ പഠിക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തേത് അനുഭവങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണും മൂക്കും ചെവിയും ത്വക്കും നാവും നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് അയക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ എന്നിവയെ അപഗ്രഥിച്ച് അവക്ക് നൽകുന്ന അർത്ഥമാണ് അനുഭവങ്ങൾ. അനുഭവങ്ങളെ പലതായി തിരിച്ച് നാം മനസ്സിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അർത്ഥം കൽപ്പിക്കുന്നത് ബോധമനസ്സാണ്. ഇപ്രകാരം ലഭിക്കുന്ന വിവരങ്ങളെ ആസ്പദമാക്കി നമ്മുടെ ശരീരത്തെ കൊണ്ട് ഓരോ ജോലിയും ചെയ്യിക്കുന്നതിൽ ബോധമനസ്സ് ശുഷ്കാന്തി കാട്ടുന്നു. രണ്ടാമത്തേത് ചലനങ്ങൾ. നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും ഉൾപ്പെടുന്ന ശാരീരികാവയവങ്ങളുടെയും പേശികളുടെയും ചലനം നിയന്ത്രിക്കുന്നത് ബോധമനസ്സാണ്. സംസാരിക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നതിന് ഗളനാളത്തിലുള്ള പേശികൾ ചലിപ്പിക്കുന്നത് ബോധമനസ്സാണ്. കണ്ണിന് നേരെ പറന്നു വരുന്ന ഈച്ചയെ ഓടിക്കാൻ കൈ ഉയർത്താൻ സഹായിക്കുന്നതും നമ്മുടെ ബോധമനസ്സാണ്. ബോധമനസ്സിന്റെ സഹായത്താലാണ് നാം വിചാരിക്കുന്നത് പോലെയൊക്കെ കൈകാലുകൾ ചലിപ്പിക്കുന്നതിനും ശബ്ദം ഉണ്ടാക്കുന്നതിനും നമുക്ക് കഴിയുന്നത്. കോപാകുലനായി ഇരിക്കുന്ന ഓരോ മിനിറ്റിലും നിങ്ങൾ ശാന്തിയുടെ 60 സെക്കൻഡുകൾ വീതം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രശസ്തമായ ഒരു വചനം. മൂന്നാമത്തേത് ചിന്തകൾ. ഉണർന്നിരിക്കുമ്പോഴൊക്കെ നാം ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ചിന്തകൾ ഉപബോധ മനസ്സിന്റെ സൃഷ്ടിയാണ്. എന്നാൽ നല്ല കാര്യം ചിന്തിക്കണോ അല്ലെങ്കിൽ ചീത്ത കാര്യം ചിന്തിക്കണോ എന്ന് ബോധമനസ്സാണ് തീരുമാനമെടുക്കുന്നത്. നമ്മുടെ ചിന്തകളുടെ നിശബ്ദ ശക്തി ദൂരെയുള്ളവരെ പോലും സ്വാധീനിക്കുമത്രേ. കാരണം മനസ്സ് ഒന്നല്ല, അനേകമാണ്. ഇതാണ് ശാസ്ത്രം പറയുന്നത്. ഒരു വലിയ ശൃംഖല പോലെ അവ കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നു. പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ഉണ്ട്. പോസിറ്റീവ് ചിന്തകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ കഴിവുകളുണ്ട്, എനിക്ക് നല്ലൊരു ഭാവിയുണ്ട്, ആളുകളെല്ലാം നല്ലവരാണ്, ലോകം എത്ര സുന്ദരമാണ്, ജീവിതം സന്തോഷപ്രദമാണ് മുതലായവ പോസിറ്റീവ് ചിന്തകൾക്ക് ഉദാഹരണങ്ങളാണ്. പോസിറ്റീവ് ചിന്തകൾ നമ്മെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി നെഗറ്റീവ് ചിന്തകളോ? എനിക്ക് യാതൊരു കഴിവുമില്ല, എന്റെ ഭാവി ഇരുളടഞ്ഞതാണ്, ആളുകളെല്ലാം ദുഷ്ടന്മാരാണ്, ലോകം എത്ര വിരൂപമാണ് തുടങ്ങി ജീവിതം ദുഃഖഭരിതമാണ് എന്നിവയൊക്കെ നെഗറ്റീവ് ചിന്തകളാണ്. നെഗറ്റീവ് ചിന്തകൾ നമ്മിലുള്ള പ്രവർത്തിക്കാനുള്ള ഉത്സാഹത്തെ കെടുത്തും, ആത്മവിശ്വാസം ഇല്ലാതാക്കും. സ്വയം കഴിവില്ലാത്തവരാണ് നാം എന്ന് ചിന്തിക്കാൻ ഇത് സഹായിക്കും. മറ്റുള്ളവരെ പരിഹസിക്കാനും അപമാനിക്കാനും ഇക്കൂട്ടർ തയ്യാറായേക്കും. തങ്ങളുടെ മനസ്സിലെ നിഷേധാത്മകത അവർ പുറത്തു കാണുകയാണ് അവിടെ. വിശ്വാസികളെ, ഒരാളും മറ്റൊരാളെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരിക്കാം എന്ന് ഖുർആൻ 49-ാം അധ്യായം 11-ാം വചനത്തിൽ പറയുന്നു. അതിനാൽ എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ ശ്രദ്ധിക്കണം. അതിന് കാരണം നാം എന്തൊക്കെ ചിന്തിക്കുന്നുവോ അതെല്ലാം മനസ്സിൽ അടിഞ്ഞുകൂടി ക്രമേണ അത് ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഉറക്കത്തിൽ നമ്മുടെ ബോധമനസ്സ് പ്രവർത്തനരഹിതമായിരിക്കുന്നതിനാൽ ആ ഘട്ടത്തിലാണ് ചീത്ത ചിന്തകൾ ഉപബോധ മനസ്സിലെത്തുന്നത്. ഇങ്ങനെ എത്തുന്ന ചിന്തകൾ അത് നല്ലതോ ചീത്തയോ എന്ന് പരിശോധിക്കാതെ അത് അങ്ങനെ തന്നെ നടപ്പാക്കാൻ നമ്മുടെ ഉപബോധ മനസ്സ് തയ്യാറാകുന്നു. അതനുസരിച്ചുള്ള ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു അനുഭവം പറയാം.
30 വർഷം മുമ്പ് ഒരാൾ ലോ കോളേജിൽ പഠിക്കുന്ന സന്ദർഭം. അന്ന് ധാരാളം പേർ അയാളുടെ സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നു. അതിൽ അന്യോന്യം പിന്തുണ നൽകിയവരും സഹായിച്ചവരുമായി അയാൾക്ക് ഇന്നും നല്ല ബന്ധമുണ്ട്. നേരെ മറിച്ച് പരിഹസിച്ച് നടക്കുകയും മറ്റും ചെയ്തിരുന്ന ചിലർ അയാളുടെ ജീവിതത്തിൽ ഇന്ന് കൂടെയില്ല. അങ്ങനെയുള്ളവരെ ആരും ഓർമ്മിക്കുന്നു കൂടിയില്ല. പരിഹാസം ഒരു പാപമാണ്. നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവൂ എന്ന് പലരും വിചാരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ അപ്പപ്പോൾ പൊന്തി വരുന്ന ചീത്ത ചിന്തകൾ ഒഴിവാക്കേണ്ടത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ലെന്നല്ല, ചിലർക്കൊന്നും അറിയില്ല. അതിന് ഒരു വിദ്യ പറയാം. നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത്. പകരം പോസിറ്റീവായി ചിന്തിക്കാൻ ബോധപൂർവം പരിശ്രമിക്കുക. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, പരിശ്രമിക്കുക. നെഗറ്റീവ് ചിന്ത മനസ്സിൽ ഉയരുമ്പോഴൊക്കെ നല്ലൊരു പോസിറ്റീവ് ചിന്ത കൊണ്ട് അതിനെ നീക്കം ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്രകാരം ബോധപൂർവം പോസിറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിൽ വരത്തക്ക വിധം ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ചീത്ത കാര്യങ്ങൾ ചിന്തകളിൽ പൊന്തി വരുമ്പോൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച്, അതായത് പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചത്, ജോലിക്കുള്ള ഉത്തരവ് കിട്ടിയത്, ഉദ്യോഗക്കയറ്റം ലഭിച്ചത്, പുതിയ വാഹനം വാങ്ങിയത്, വിവാഹം നടന്നത്, ആദ്യത്തെ കുട്ടി പിറന്നത്, അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അത്തരം കാര്യങ്ങൾ ബോധപൂർവം ചിന്തിക്കുക. ഇത് ഒരു 3 ആഴ്ചയെങ്കിലും തുടർച്ചയായി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായും അത് ഫലം ചെയ്യും. 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രമേ പൊന്തി വരികയുള്ളൂ എന്നത് ഉറപ്പ്. ശാസ്ത്രം പറയുന്ന ഉറപ്പ്. മനുഷ്യ മനസ്സ് ഒരു തോട്ടം പോലെയാണെന്നാണ്. സുഗന്ധമുള്ള പൂക്കൾ വിരിയുന്ന ചെടികളും മധുരഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചാൽ കാലം കഴിയുമ്പോൾ ആ തോട്ടം സുഗന്ധപൂരിതമായ പൂക്കളും മധുരഫലങ്ങളും കൊണ്ട് നിറയും. മനസ്സും അതുപോലെ തന്നെയാണ്. മനസ്സിൽ എന്താണോ നാം നട്ടു വളർത്തുന്നത് അതാണ് അവിടെ പൂത്തു വിരിയുന്നത്. നല്ല ചിന്തകളുടെ വിത്തുകൾ വിതച്ചാൽ ജീവിതത്തെ സന്തോഷഭരിതമാക്കുന്ന നല്ല ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയുകയും ചെയ്യും. നന്മ ചെയ്തവർക്ക് വളരെ നല്ല പ്രതിഫലവും വർധനവും ലഭിക്കും. അവരുടെ മുഖങ്ങളെ ഇരുളോ അപമാനമോ ആവരണം ചെയ്യുകയില്ല. അവരാകുന്നു സ്വർഗാവകാശികൾ. ഇത് ഖുർആനിലെ 10-ാം അധ്യായം 26-ാം വചനമാണ്. ബോധമനസ്സിന്റെ ശേഷികളിൽ 4-ാമത് വരുന്നത് യുക്തിചിന്തയാണ്. യുക്തിചിന്ത എന്നാൽ ഓരോ വസ്തുതയെയും കാര്യകാരണ സഹിതം നിർബന്ധിക്കുക എന്നാണ്. അത് ഏത് സംഭവം ഉണ്ടായാലും എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ, എന്തിന് എന്നീ ചോദ്യങ്ങൾ ഉയർത്തി വേണം ആ സംഭവത്തെ ഉൾക്കൊള്ളാൻ എന്നാണ് ശാസ്ത്രം പറയുന്നത്. കേൾക്കുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്നർത്ഥം. ഓർമ്മിക്കുക, യുക്തിവിചാരത്തിനുള്ള കഴിവ് നമ്മുടെ ബോധമനസ്സിനുള്ളതാണ്. അതുപോലെ തന്നെ യുക്തിചിന്ത നാം നമ്മുടെ മതങ്ങളുടെ വിശ്വാസങ്ങളിൽ നേരിട്ട് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപക്ഷെ വിപരീത ഫലം തന്നേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 5-ാമത്തെ ശേഷി വിശകലനം. എന്താണ് വിശകലനം? ഒരു കാര്യത്തെ സംബന്ധിച്ച നാനാവശങ്ങളും പരിശോധിക്കലാണ് അത്. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ വാസ്തവികമായ വിശകലനത്തിനുള്ള കഴിവുണ്ടായിരിക്കണം. ഓരോന്നിന്റെയും നന്മയും തിന്മയും ഗുണവും ദോഷവും പരിശോധിക്കലാണ് വിശകലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശകലനം ചെയ്യാൻ ബോധമനസ്സിന് മാത്രമേ കഴിയുകയുള്ളത്രേ. 6-ാമത്തേത് വ്യാഖ്യാനം. വിശകലനം ചെയ്തു നോക്കിയ ശേഷമാണ് ഓരോ വസ്തുതയെയും നാം വ്യാഖ്യാനിക്കുന്നത്. ഒരു വ്യക്തി നമ്മെ സമീപിക്കുന്നത് എന്തിന് എന്ന് നാം വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ സമീപനത്തിന്റെ ഉദ്ദേശം വസ്തുനിഷ്ഠമായി വിശകലനം നടത്തിയ ശേഷമാണ്. 7-ാമത്തേത് ഇന്റലിജൻസ് ക്വോഷ്യന്റ്. ഒരു പ്രശ്നത്തിന് യുക്തിഭദ്രമായ ഉത്തരം കണ്ടെത്താനുള്ള നമ്മുടെ ബുദ്ധിശക്തിയെയാണ് പൊതുവെ ഇന്റലിജൻസ് ക്വോഷ്യന്റ് അഥവാ IQ എന്ന് പറയുന്നത്. 10-ാം ക്ലാസ്സിലെ ഒരു ഗണിതശാസ്ത്ര പ്രശ്നത്തിന് 8-ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി സമർത്ഥമായി ഉത്തരം കണ്ടെത്തുന്നുവെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഉയർന്ന അളവിൽ IQ ഉണ്ടെന്ന് പറയുന്നു. ഇനി 8-ാമത്തേത് അവസരങ്ങൾ മനസ്സിലാക്കൽ. ബോധമനസ്സിനുള്ള പ്രധാനപ്പെട്ട കഴിവുകളിൽ ഒന്നാണ് അവസരങ്ങളെ മനസ്സിലാക്കൽ. ജീവിത വിജയത്തിലേക്ക് നയിക്കുന്ന നിരവധി അവസരങ്ങൾ പല സന്ദർഭങ്ങളിൽ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ടാകും. ഇത് മനസ്സിലാക്കണമെങ്കിൽ ബോധമനസ്സിൽ ജാഗരൂകത വേണം. ബോധമനസ്സിന്റെ ശ്രദ്ധ കൊണ്ട് മാത്രമേ അവസരങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം ഉപബോധ മനസ്സ് എന്നത് ഇല്ലോജിക്കലാണ്. ഇല്ലോജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. അതായത് യുക്തിഭദ്രമായി ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ബോധമനസ്സ് അങ്ങനെയല്ല. 9-ാമത്തെ ശേഷി വിവേകം. ശരിയും തെറ്റും തമ്മിൽ തിരിച്ചറിയുന്ന വിവേചന ശക്തി ബോധമനസ്സിന് മാത്രമുള്ളതാണ്. ഓരോ സാഹചര്യത്തെയും ആളുകളുടെ പൂർവാനുഭവങ്ങളുടെ, അതായത് മുൻപുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തി നോക്കുന്നത് ബോധമനസ്സാണ്. പിന്നീട് നാം ആ ഓരോ കാര്യത്തെ സംബന്ധിച്ചും ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് ഈ വിലയിരുത്തൽ നമ്മെ സഹായിക്കുന്നു. 10-ാമത്തേത് തീരുമാനമെടുക്കൽ.
ഒരു വസ്തുതയുടെ ന്യായാന്യായങ്ങൾ വിലയിരുത്തിയ ശേഷം ഉചിതമായ തീരുമാനമെടുക്കാൻ ബോധമനസ്സ് നമുക്ക് തുണയാവും. തീരുമാനമെടുക്കുന്നതിന് ചിന്ത, യുക്തി, വിശകലനം, വ്യാഖ്യാനം, വിലയിരുത്തൽ എന്നിവ നാം ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ബോധമനസ്സിന്റെ കഴിവുകളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. 11-ാമത്തേത് പ്രവൃത്തി. തീരുമാനമെടുത്ത ശേഷം അവ നടപ്പാക്കണമെങ്കിലും ബോധമനസ്സിന്റെ സാന്നിധ്യം ആവശ്യമാണ്. ഒന്നുകിൽ ശാരീരികമായി നാം ജോലി ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. ഇവയ്ക്ക് രണ്ടിനും നമ്മുടെ ബോധമനസ്സ് കൂടിയേ തീരും. മസ്തിഷ്കത്തിന്റെ പ്രധാന ജോലികളിലൊന്ന് തീരുമാനമെടുക്കലാണ്. വേണമോ വേണ്ടയോ എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള ഷൂ ധരിക്കണം, ഏത് ഷർട്ട് ഇടണം, ഏത് വാഹനത്തിൽ കയറണം, ഏത് വീഡിയോ കാണണം എന്നിങ്ങനെയുള്ള ലളിതമായ കാര്യങ്ങൾ മുതൽ ആര് സ്നേഹിക്കണം, വിവാഹം കഴിക്കണം, ഏത് ജോലി സ്വീകരിക്കണം എന്നിങ്ങനെയുള്ള ഗൗരവമായ തീരുമാനങ്ങൾ വരെ കൈക്കൊള്ളാൻ ബോധമനസ്സിന്റെ സഹായം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഓരോ ദിവസവും ഉണരുമ്പോൾ മുതൽ ഉറങ്ങാൻ കിടക്കുന്നതുവരെ 1000 ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ബോധമനസ്സിന്റെ സൃഷ്ടിയാണ്. ആഗ്രഹങ്ങൾ ചിന്തയുടെ ഒരു വകഭേദം തന്നെയാണ്. ആഗ്രഹങ്ങൾ ലക്ഷ്യോന്മുഖമാണ്, അതായത് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ചിന്തകൾ അങ്ങനെയാകണമെന്നില്ല. ഉദാഹരണത്തിന്, സ്വന്തമായി കാർ വാങ്ങണമെന്നത് ഒരു ആഗ്രഹമാണ്. ഒരു കാർ വടക്കോട്ട് ഓടുന്നു, ഒരു കാറിന് ചുവപ്പ് നിറമാണ്, ഈ കാറിന്റെ നീളം കണ്ടു എന്നിങ്ങനെയുള്ളതൊക്കെ കാറിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. ബോധമനസ്സിന്റെ ഒരു പ്രധാന ജോലി എന്നത് ഉപബോധ മനസ്സിന് കാവൽ നിൽക്കുകയാണെന്ന് മനഃശാസ്ത്ര വിദഗ്ധർക്ക് അഭിപ്രായമുണ്ട്. ഉപബോധ മനസ്സിന് അനന്തമായ ശക്തിവിശേഷങ്ങൾ ഉണ്ടെങ്കിലും അതിന് ചില പരിമിതികളുണ്ട്. അതിലൊന്ന് നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മയാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, ഇല്ലോജിക്കലാണ്. അതിനാൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നതിൽ നിന്ന് ഉപബോധ മനസ്സിനെ തടയുന്നത് ബോധമനസ്സാണ്. തെറ്റായ ചിന്തകളും നെഗറ്റീവ് ആശയങ്ങളും നേരിട്ട് ഉപബോധ മനസ്സിൽ എത്തിച്ചേർന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ പല ദുരന്തങ്ങൾക്കും കാരണമാകും. ഇത് ഒഴിവാക്കുന്നതിൽ ബോധമനസ്സ് സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ നിഷേധാത്മക ചിന്തകളെയും പരാജയത്തിലേക്ക് നയിക്കുന്ന ആശയങ്ങളെയും തിരിച്ചറിയാനും അവയെ ദൂരീകരിക്കാനും ഉപബോധ മനസ്സിനെ സഹായിക്കുന്നത് നമ്മുടെ ബോധമനസ്സാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഉപബോധ മനസ്സിന്റെ ശേഷികളെക്കുറിച്ച് വിശദമായി പറയാം.